ഫ്രണ്ട്സ്, ആദ്യം തന്നെ പറയട്ടെ, ഈ വീഡിയോ മിസ്സാക്കരുത് കേട്ടോ. കാരണം ഞാൻ ഏറെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു നമ്മുടെ ടാറ്റയുടെ ഹാരി റീവിൻ്റെ ഡ്രൈവായിട്ട് നമ്മുടെ ഉത്തർപ്രദേശിൽ വന്നതാണ്. ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ബുത്ത് ഇൻ്റർനാഷണൽ സർക്യൂട്ടാണ്. അതായത് നമ്മുടെ റേസിംഗ് മേഖലയല്ല, ഓട്ടോ എന്തൂസിയാസ്റ്റുകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണ്. മോട്ടോ GP ഭാരത്, അതേപോലെ തന്നെ F1 റേസുകളൊക്കെ, മെയിൻ റേസുകൾ ഇന്ത്യയിൽ നടക്കുന്നൊരു സ്ഥലമാണ്. അവിടെ നമ്മുടെ കൂടെ ടാറ്റയുടെ ഏറ്റവും പുതിയ Harrier.ev ഉണ്ട്. ഈ ഒരു കാറ് ഡിഫറെൻറ്റ് ട്രാക്കിലും അതേപോലെ തന്നെ ഓഫ് റോഡ് സെഷനൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ, ടാറ്റയുടെ EV സെക്ടറിൽ തന്നെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം സെഗ്മെൻറ്റിലേക്ക് വെച്ച് തന്നെ ടോപ്പ് പവർ, ടോർക്ക്, അതേപോലെ തന്നെ IDC റേഞ്ച് 627 കിലോമീറ്റർ, അതിലുപരി ഓൾ വീൽ ഡ്രൈവ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് കാർ കൂടിയാണല്ലോ നമ്മുടെ Harrier.ev. അപ്പം ഇന്ന് മൾട്ടിപ്പിൾ ടെറൈൻസിൽ ഡിഫറെൻറ്റ് ട്രാക്സിലും ഈ ഒരു വാഹനത്തിൻ്റെ ക്യാപ്പബിലിറ്റി നമ്മൾ അറിയാൻ വേണ്ടി പോവാണ്, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫുൾ വീഡിയോ കാണുക കേട്ടോ. ശരിക്കും നമുക്ക് Harrier.ev കൗതുകമായിട്ട് തോന്നിയത് നമ്മളുടെ വാഗമണ്ണിലെ തങ്ങൽപ്പാറ അല്ലെങ്കിൽ ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വളരെ ടഫായിട്ടുള്ള ടെറൈനിലും അതേപോലെ തന്നെ ഒരു 35 ഡിഗ്രിയോളം വരുന്ന റെക്ലൈനിലും വളരെ എന്താ പറയുന്നത് സ്മൂത്തായിട്ട് കയറി പോകുന്ന കുറേ വീഡിയോസ് നമ്മൾ കണ്ടല്ലേ. അപ്പോൾ അത് ഓടിച്ചേറ്റ് നമ്മുടെ ഓഫ് റോഡിലെ പ്രിയ സുഹൃത്തും RFC ചാമ്പ്യനുമായിട്ടുള്ള ഡോക്ടർ ഫഹദാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ എടുത്താണ്. കാരണം വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസിലാണ് ആളത് ആ ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നിപ്പം അതേ ടെറൈൻ എന്ന് പറയുന്നില്ല, ഏകദേശം അതേ സിമിലാരിറ്റിയിലുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾസിലും അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് കറക്റ്റ് അറിയാവുന്ന രീതിയിലേക്കാണ് നമുക്ക് വേണ്ടി ഇവിടെ ട്രാക്ക് എന്തായാലും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. അപ്പം ഇന്ന് എന്തായാലും ഈ ഒരു വണ്ടീൻ്റെ എക്സ്പീരിയൻസ് ഡ്രൈവ് ആണ് നമ്മൾ എടുക്കുന്നത്. കുറച്ച് റഷാണ്, ക്വിക്കായിട്ട് തന്നെ എടുക്കാമെന്ന് വിശ്വസിക്കുന്നു. നോക്കാം. നമ്മളങ്ങനെ Harrier.evയുടെ ആ ഒരു ഓഫ് റോഡിങ് സെഷനിലെത്തി. ഈ ഒരു ഇലക്ട്രിക് കാർ കൊണ്ട് എന്തൊക്കെ കാണിക്കാവോ അത് മുഴുവൻ കാണിക്കാതെ ടാറ്റ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. പുറകിൽ ഒരു ആർട്ടിക്കുലേഷൻ്റെ ഒരു ട്രാക്ക് കാണാം, അതേപോലെ തന്നെ ഒരു റാമ്പ് കൊടുത്തിട്ടുണ്ട്. പല രീതിയിലുള്ള ട്രാക്കുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. വന്ന് കയറിയപ്പോൾ തന്നെ കണ്ടൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ ഹാങ് ചെയ്തിട്ടേക്കുന്നതെന്ന് നോക്കിയേ. അതായത് ഒരു ക്രെയിനിൽ നമ്മുടെ Harrier.evൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിൽ ഹുക്കിൽ കണക്ട് ചെയ്തിട്ട് നേരെ ഒരു ഫുള്ളി ബിൽറ്റ് Harrier.ev കണക്ട് ചെയ്തിട്ടേക്കുവാണ്. എത്രത്തോളം റിജിഡാണ് എന്നുള്ളൊരു എക്സാമ്പിളാണ് കേട്ടോ ടാറ്റ നമുക്ക് കാണിച്ചു തന്നത് Harrier.evയിലൂടെ. അതേപോലെ ഈ ഒരു വാഹനം ഹാങ് ചെയ്തേക്ക് രീതി കണ്ടോ, അതായത് ഫസ്റ്റ് ബമ്പറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ ആ ഒരു ചെറിയൊരു ഹുക്കും കാണാം. അപ്പോൾ ഈ ഒരു വാഹനം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലേ. ഇത് മാത്രമല്ല, തൊട്ടപ്പുറമായിട്ട് ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അതായത് ഒരു 1.5 ടണ്ണ് ഒരു Harrier.evയുടെ സ്ട്രക്ചറിൻ്റെ മുകളിൽ കയറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ ആ വാഹനത്തിൻ്റെ സേഫ്റ്റി മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ കുറേ എക്സാമ്പിൾ നമുക്ക് ആദ്യം തന്നെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് Harrier.ev ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ കണ്ട കുറേ ഓഫ് റോഡിങ് സെഷനിൽ കുറച്ച് റിസ്കി പ്ലേസസും ഉണ്ട്, അതേപോലെ തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ട്രാക്കും ഉണ്ട്. അപ്പം എങ്ങനെയുണ്ട് ഓവറോൾ എക്സ്പീരിയൻസ് നോക്കാം. കാരണം ഇതൊരു ഓൾ വീൽ ഡ്രൈവ് ഇലക്ട്രിക് കാറാണ്. അപ്പോൾ എനിക്ക് ഇന്ന് ഇൻസ്ട്രക്ടറായിട്ട് കിട്ടിയിട്ടുള്ളത് മിസ്റ്റർ ശുഭേന്ദ്ര, മധ്യപ്രദേശുകാരനാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചെറിയൊരു റോക്കുള്ളൊരു ഏരിയയിലാണ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് ഇതിൽ ശരിക്കും 6 മോഡ്സ് ഉണ്ട് ഡിഫറെൻറ്റ് ടെറൈൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടി. അതിൽ റോക്ക് മോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ആവുന്നുണ്ട്, കുറയും. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ആ ഒരു സ്മൂത്ത്നെസ് മാറിയിട്ട് കുറച്ച് ഒരു പിടുത്തം ഉണ്ടാവും. കാരണം ഇതിനൊരു അത്യാവശ്യമാണല്ലോ, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് എന്തായാലും ഒന്ന് എടുക്കാം. അതേപോലെ ഇതിൽ ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് 540 ഡിഗ്രി ക്യാമറ, ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ്. യെസ്, ഈ കാണുന്ന ട്രാൻസ്പെറൻറ്റ് മോഡ് ഓൾസോ ഉണ്ട്. കണ്ടോ, വണ്ടി അവിടെ ഇല്ല, പക്ഷേ ചുറ്റുമുള്ളത് നമുക്ക് കാണാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മോഡാണ്. അപ്പോൾ എന്തായാലും എടുക്കട്ടെ. ഓക്കെ. സോ അത് സ്മൂത്തായിട്ട് പോകുന്നു. കണ്ടല്ലോ, ഒരു ചെറിയൊരു കുലുക്കത്തോടു കൂടി പോകുന്നുണ്ട്. അടുത്തത് ആക്സിൽ ട്വിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ആർട്ടിക്കുലേഷൻ കൊടുത്തിട്ടുള്ളൊരു പാത്താണ് കാണുന്നത്. അപ്പോൾ അതിൽ നമുക്കിപ്പം നോർമൽ ഇപ്പോൾ റോക്ക് മോഡിലാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്മൂത്തായിട്ട് പതുക്കെ അങ്ങ് എടുത്താൽ പോകുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്ക് നോക്കാം. വളരെ സ്മൂത്തായിട്ട് പോകുന്നു. നമുക്കൊരു 4x4 ഒക്കെ ഓടിക്കുന്ന അതേ ഒരു ഫീലിൽ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. അടുത്തത് ശരിക്കും വൺ സൈഡ് റെക്ലീൻ ചെയ്ത് പോകുന്ന ആ ഒരു വണ്ടിയുടെ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു റെക്ലീൻ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നോക്കാം. വൺ വീല് നമ്മൾ സ്ട്രൈറ്റ് ഇതൊക്കെ വളരെ സിമ്പിളാണ്. Okay. Shall I change? Yeah. Okay.
അടുത്തത് കുറച്ച് സാൻഡുള്ള ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മോഡും ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് സാൻഡ് മോഡിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ മോഡ്സ് അനുസരിച്ചിട്ട് അതിൻ്റെ അനുസരിച്ച് പെർഫോമൻസും മാറും കേട്ടോ. ജസ്റ്റ് നമ്മൾ സാൻഡ് മോഡിൽ ഒരു കറക്കം കൂടാതെ വളരെ സ്മൂത്തായിട്ട് ഇതേ പെർഫെക്റ്റ്. സോ അടുത്തത് മെയിൻ ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ ടാറ്റയുടെ ഒരു ആഡ് കണ്ടു. ആ ഒരു ആഡ് കണ്ട പോലെ തന്നെ അതിൽ 35 ഡിഗ്രിയോളം ആയിരുന്നു ആ ഒരു മല കയറ്റിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ സിമിലർ ഏകദേശം ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ശരിക്കും ഒരു 34 ഡിഗ്രിയിൽ ഒരു കയറ്റവും ഒരു 35 ഡിഗ്രിയിൽ ഇറക്കവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? സോ ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു കുത്തിറക്കം ഇറങ്ങാൻ വേണ്ടി പോവാണ്. 35 ഡിഗ്രി ആണേ. പെർഫെക്റ്റ്. അടുത്തത് ഒരു പ്രൊജക്റ്റീവ് ഒരു ഇൻക്ലൈൻ കൊടുത്തേക്കുവാണ്. അത്യാവശ്യം നല്ലൊരു സ്ലോപ്പ് ഉണ്ട്. വൺ വീൽ നമുക്ക് റൈറ്റ് സൈഡ് വഴി കയറ്റാം. ഇത് പക്ക ഓഫ് റോഡിങ്, നമ്മുടെ 4x4 ഒക്കെ ഓടിക്കുന്ന അതേ ഫീൽ. നോക്കി, അടുത്തത് സീസോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാസ്ക്കാണ്. ജസ്റ്റ് ഒന്ന് കയറി നോക്കാവേ. ആകാശത്തിൽ പോയിട്ടൊരു ചാട്ടം. This is the camel hump. Yeah. A little right, ma'am. A little steering a little right. See? Yes. This is the small camel hump. Yeah, okay. അടുത്ത കുറച്ചൊരു സ്ലഷ് ഉള്ള ഏരിയ ആണ്. ചെറിയൊരു കുഞ്ഞൊരു ഓഫ് റോഡ്. സോ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു IRVM ഉണ്ടല്ലോ, ഇതിൽ മൾട്ടിപ്പിൾ മോഡ്സ് ഉണ്ട്. നമുക്ക് ഫ്രണ്ട് വ്യൂ, റിയർ വ്യൂ. ഇതിപ്പോൾ റിയർ വ്യൂ ആണ്, അത് സൂം ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട് ചെറുതായിട്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് വ്യൂ വേണമെങ്കിൽ അങ്ങനെ കാണാം, പിന്നെ സ്പ്ലിറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കാണാം. ഓൾസോ റെക്കോർഡിങ്ങും ഉണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടും പിന്നെ വളരെ പുതിയൊരു ഫീച്ചറുമാണ്. ഇപ്പം നമ്മുടെ ടാറ്റയുടെ സൈഡിൽ നിന്ന് എന്തായാലും ഇങ്ങനെ പുതിയൊരു ഫീച്ചറൂടെ ഈ ഒരു IRVM ആഡ് ഓൺ ആയി വന്നിട്ടുണ്ട്. അടുത്തത് ഭയങ്കര മെയിൻ ആയിട്ടുള്ളൊരു ട്രാക്കാണ്. ട്രാക്ക് വെച്ചാൽ റാമ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കയറ്റമുണ്ട്. അതേപോലെ തന്നെ ആ കയറ്റം വളരെ നാരോ ആണ്. ടോപ്പിലെത്തുമ്പോൾ ആ ഒരു ടേൺ എടുത്തതിന് ശേഷം ഒരു ഡീപ്പ് ഒരു ഇറക്കമാണ്, ഒരു സ്റ്റീക്കാണ്. അപ്പോൾ അതിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഇച്ചിരി ഭയം തോന്നും. പക്ഷേ എല്ലാവരും ഡ്രൈവ് ചെയ്ത് ഈസി ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ക്ലിയറൻസ് അത്യാവശ്യമുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വണ്ടി ഓടിച്ച് അതുപോലെ തന്നെ ആ ഡൗൺ ഹിൽ ഇറങ്ങുമ്പോൾ ഒക്കെ വളരെ കൂളായിട്ട് പോരുന്നുമുണ്ട്. ഓക്കെ, Drive slow. Lock it to the left. Slow, left. Ma'am, left. Yeah. Go down left. Straight. Yeah. Perfect. Done. Yeah. Perfect. Go. Perfect. Very nice. താങ്ക് യു. Very nice. Harrier.tvയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഒന്ന് കാണിച്ചു തരാവേ. നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിലേക്ക്, ഒരു ഇടുങ്ങിയ പ്ലേസിലേക്ക് പോവാണ്. റോഡ് ഭയങ്കര റഷാണ്, അതേപോലെ ഭയങ്കര നാരോ സ്പേസ് ആണ്. അപ്പോൾ അതിലേക്ക് ഇങ്ങ് മുന്നോട്ട് ഒരുപാട് പോകുമ്പോഴത്തേക്കും പെട്ടെന്നാണ് കാണുന്നത് ഫ്രണ്ടിൽ റോഡ് ബ്ലോക്കാണ്. നമുക്ക് മുന്നോട്ട് പോകാനേ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇങ്ങനൊരു അവസരത്തിൽ നമുക്ക് റിവേഴ്സ് എടുത്തുകൊണ്ട് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്
റിവേഴ്സ് അസിസ്റ്റ്. ആദ്യം തന്നെ ഈ ഒരു റിവേഴ്സ് അസിസ്റ്റ് മോഡ് ഓൺ ആക്കാൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുക. ദെൻ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് റിവേഴ്സ് അസിസ്റ്റ് ഓൺ ആക്കുക. പിന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു 50 മീറ്റേഴ്സ് നമ്മൾ പോയ പാത്തിലൂടെ തിരിച്ച് നമ്മളൊരു 50 മീറ്റേഴ്സിൽ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു കറക്റ്റ് സ്ഥലത്ത് നമ്മുടെ ഹാരിയർ റിവി നമ്മളെ എത്തിക്കും വളരെ സേഫായിട്ട്. ഇൻ കേസ് ആളുകൾ ആരെങ്കിലും പാസ് ചെയ്യുകയോ ക്രോസ് ചെയ്യുകയാണെങ്കിൽ വണ്ടി പതുക്കെ സ്ലോ ആവും, അതിനുശേഷം വീണ്ടും മൂവ് ആവും. എങ്ങനെയുണ്ട് ഈ ഒരു ഫീച്ചർ? എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. ഇത് കൂടാതെ അഡാസിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ഇൻ്റലിജൻറ്റ് സ്പീഡ് അസിസ്റ്റ്, എമർജൻസി ബ്രേക്കിംഗ്, ഓട്ടോ പാർക്ക് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ശരിക്കും റിയൽ ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ പുതിയ harrier.tvൻ്റെ ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ഡ്രൈവ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ, ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അപ്പോഴത്തേക്കും ഓവറോൾ എന്തായാലും ഓഫ് റോഡ് ട്രാക്കും അതുപോലെ തന്നെ റേസ് ട്രാക്കിൽ ഫാസ്റ്റായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അതായത് സ്റ്റെബിലിറ്റി നോർമൽ നമ്മുടെ ഡീസൽ ഹാരിയറിനേക്കാളും ഒക്കെ ഫാർ ബെറ്ററാണ്. അതായത് വണ്ടിക്കകത്ത് ആ ഒരു ബോഡി റോളോ കാര്യങ്ങളൊന്നുമില്ല, മസ്റ്റായിട്ടും ടെസ്റ്റ് എടുക്കുക. അതുപോലെ ഹാൻഡ്ലിംഗ് വേസ് ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ഡ്രൈവ് എക്സ്പീരിയൻസ് ഏരിയ ആഡ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഹൈ സ്പീഡ് റിസ്കി ട്രാക്ക് ആയതുകൊണ്ട് ഒരു നല്ലൊരു ഇൻസ്ട്രക്ടർ ആണ് നമുക്ക് ഗൈഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നത്. അതേപോലെ തന്നെ അഡ്വാൻസ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ harrier.tvയിലുണ്ട്. എന്തായാലും ഈ ഒരു വണ്ടി പൊളിക്കും എന്നാണ് ഓവറോൾ ഒരു ഫീൽ കിട്ടിയത്. പെർഫോമൻസും പവറും ഫീച്ചേഴ്സും ബഡ്ജറ്റ് കൊണ്ടും എല്ലാം കൊണ്ടും എന്തായാലും നമ്മുടെ EV കാറ്റഗറിയിലേക്ക് ഭരിക്കാൻ പോകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ മസ്റ്റായിട്ടും നമ്മുടെ വിപണിയിലേക്ക് ഈ ഒരു വാഹനം എത്തുമ്പോഴത്തേക്കും ടെസ്റ്റ് എടുക്കുക കേട്ടോ. അതേപോലെ തന്നെ harrier.tv നോക്കുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.